സ്വീഡനിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത. സ്വീഡനിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അതിദാരുണമായ വെടിവെപ്പ്. സ്വീഡന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിൽ 10 പേരാണ് കൊല്ലപ്പെട്ടത്. അക്രമി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടതായി പോലീസ് പറയുന്നു. നിരവധി പേർക്ക് വെടിവയ്പിൽ പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ആക്രമണമുണ്ടായത്. സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള ഒറെബ്രോയിലാണ് ലോകത്തെ നടുക്കിയ സംഭവം നടന്നത്. ഒറെബ്രോയിലെ റിസ്ബെർസ്ക ക്യാമ്പസിലാണ് ആക്രമണം നടന്നത്. അക്രമിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഒരു സംഘമാണോ ആക്രമണത്തിന് പിന്നിലെന്നും ഏതെങ്കിലും ഒരു ഐഡിയോളജിക്കലായ ലക്ഷ്യം ആക്രമണത്തിലുണ്ടോ എന്നും വ്യക്തമല്ലെന്നും പോലീസ് പറയുന്നു. അക്രമി ഒറ്റയ്ക്കെത്തി വെടിവെച്ചതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ദാരുണവും ഭയപ്പെടുന്നതുമായ സംഭവമെന്നാണ് പോലീസ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. ക്യാമ്പസിനുള്ളിൽ പ്രാദേശിക സമയം 12:30-ഓടെയാണ് വെടിവെപ്പുണ്ടായത്. പ്രൈമറി, സെക്കൻഡറി വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തവർക്കായുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. അതിനാൽ ഇവിടെ പഠിക്കുന്നത് 20 വയസ്സിന് മുകളിലുള്ളവരാണ്. ദുരന്തത്തിന് പിന്നാലെ സമീപത്തെ സ്കൂളുകളിലും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. വലിയ ദുരന്തമാണ് ഉണ്ടായതെന്നും രാജ്യത്തെ സ്കൂളുകൾ ബുധനാഴ്ച മുതൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്നും നീതിന്യായ മന്ത്രി പറഞ്ഞു. സ്വീഡന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെടിവെപ്പെന്നാണ് സംഭവത്തിൽ പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ പ്രതികരിച്ചത്. സംഭവസ്ഥലത്ത് രക്തക്കളമാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അക്രമി 10 റൗണ്ടോളം വെടിവെച്ചു. പരിക്കേറ്റവരിൽ നിരവധി പേർ ഗുരുതരാവസ്ഥയിലാണ്. അതിനാൽ മരണസംഖ്യ ഉയർന്നേക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.